നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഖത്തറിലെ ദോഹയിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. ഖത്താര പ്രവിശ്യയിലെ പാർപ്പിട സമുച്ചയത്തിലാണ് ഉഗ്രസ്ഫോടനം ഉണ്ടായത്. ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ നേതാക്കൾ താമസിച്ച കെട്ടിടമാണ് ആക്രമിച്ചതെന്ന് ഖത്തർ സ്ഥിരീകരിച്ചു. ഹമാസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായ ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് ഖത്തറും തുടക്കം മാത്രമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കി. ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. മേഖലയിലെ സമാധാനവും സുരക്ഷയും അപകടത്തിലാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഇന്ത്യ. വെടിനിർത്തൽ ധാരണകൾ സംബന്ധിച്ച ചർച്ചകൾക്കിടെയാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ ആക്രമണം. ദോഹയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഉഗ്രസ്ഫോടനം. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. നിരവധി തവണ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിനും ഹമാസിനുമിടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന പ്രധാന രാജ്യമായിരുന്നു ഖത്തർ. ഗസയ്ക്ക് പുറത്തുള്ള തങ്ങളുടെ ആസ്ഥാനമായി ഹമാസ് നേതാക്കൾ ഖത്തർ തലസ്ഥാനം ഉപയോഗിച്ചു വരുന്നുവെന്നാണ് ഇസ്രായേൽ ആരോപണം. ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. അമേരിക്കയുടെ അനുമതിയോടെയാണ് ഖത്തറിൽ ഇസ്രായേൽ ആക്രമണമെന്നാണ് വിവരം. 2 ദിവസം മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവിധ മധ്യസ്ഥ ചർച്ചകളും ഖത്തർ അവസാനിപ്പിച്ചു. ഖത്തറിന് പിന്തുണയുമായി ഗൾഫ് രാജ്യങ്ങളും രംഗത്തെത്തി. ആക്രമണത്തെ സൗദി അറേബ്യയും UAEയും അപലപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തി. ഖത്തറിന് പൂർണ്ണ പിന്തുണയെന്ന് UAE ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞു. അതോടൊപ്പം സൗദി കിരീടാവകാശി സൽമാൻ രാജകുമാരനും ഖത്തറിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളും നടപടിയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി സൗദിയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം, ഒപ്പം തന്നെ ഇന്റർനാഷണൽ ന്യൂസിൽ നിന്ന് ഐഷത്തുൽ ഷംനയും ചേരുന്നു. ആദ്യം ജലീൽ കണ്ണമംഗലത്തിലേക്ക്. ജലീൽ, നിലവിൽ ഈ ഖത്തറിലുണ്ടായ ഇസ്രായേലിന്റെ ആക്രമണത്തെ ശക്തമായി അപലപിച്ചാണ് ഗൾഫ് രാജ്യങ്ങൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വതന്ത്ര രാജ്യമാണ്, ഒരു പരമാധികാര രാഷ്ട്രമാണ് ഖത്തർ. പക്ഷേ ആ രീതിയിൽ ഒരു കടന്നുകയറ്റം അത് മറ്റൊരു രാജ്യം നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് രാജ്യങ്ങളുള്ളത്. പക്ഷേ അമേരിക്കൻ നിലപാടും ശ്രദ്ധേയമാണ്. എന്താണ്, ഏത് രീതിയിലാണ് ഖത്തറിലെ ഈ ആക്രമണം ഇവിടെ ഏഷ്യയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ ചർച്ചയാകുന്നത്? പ്രജിൻ, ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തെ സൗദി, UAE ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളെല്ലാം വളരെ ശക്തമായ രീതിയിലാണ് അപലപിച്ചിട്ടുള്ളത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഖത്തർ അമീറുമായി സംസാരിച്ച് എല്ലാ പിന്തുണയും, പൂർണ്ണമായ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്രിട്ടൻ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു വിദേശ രാജ്യങ്ങളും ഖത്തറിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും അതോടൊപ്പം തന്നെ മാനദണ്ഡങ്ങളുടെയും ലംഘനമാണ് ഇന്ന് ഖത്തറിൽ നടന്നത്, ഇസ്രായേൽ നടത്തിയത് എന്നാണ് ഈ നേതാക്കളെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഗസയുമായി ബന്ധപ്പെട്ട സമാധാന ചർച്ചയ്ക്കെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഇന്ന് ദോഹയിലേക്ക് ഈ ആക്രമണം നടത്തിയത്. അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെയായിരുന്നു ഈ ആക്രമണം. സുരക്ഷാ സേനാംഗം കൊല്ലപ്പെട്ടെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥൻ സാദൽ മഹമ്മൂദ് ദൂസരിയാണ് കൊല്ലപ്പെട്ടത്. 6 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഹമാസിന്റെ നേതാക്കളെല്ലാം സുരക്ഷിതരാണ് എന്നാണ് ഹമാസ് അറിയിക്കുന്നത്. ഡോക്ടർ ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ സുരക്ഷിതരാണ് എന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ദോഹയിൽ പല ഭാഗത്തായി നിരവധി സ്ഫോടനങ്ങളാണ് ഇന്ന് ഉണ്ടായത്. ഖത്തറിലെ ആക്രമണം ട്രംപിന്റെ അറിവോടെയാണ് എന്ന ഒരു റിപ്പോർട്ടുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അറിവോടെയാണ് ഈ ആക്രമണം എന്നാണ് റിപ്പോർട്ട്. 2 ദിവസം മുമ്പ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് തന്നെ അവസാനത്തെ മുന്നറിയിപ്പാണെന്ന് ട്രംപ് പറയുകയും ചെയ്തിരുന്നു. ഇതോട് കൂട്ടി വായിക്കുകയാണ് ഇന്നത്തെ സ്ഫോടനം. ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ US എംബസി ഖത്തറിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രജിൻ, ജലീൽ, അതോടൊപ്പം തന്നെ ഇതിലിപ്പോൾ ജലീൽ സൂചിപ്പിച്ചതുപോലെ ഇത് അമേരിക്കയുടെ കൂടി സഹകരണത്തോടു കൂടി നടത്തിയ ഒരു ആക്രമണമാണ് എന്ന് ഇസ്രായേലിലെ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു, അല്ല, ഇത് ഞങ്ങൾ മാത്രം നടത്തിയ ആക്രമണമാണെന്ന് അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഹമാസിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഖത്തർ എന്നൊരു രാജ്യത്തേക്ക് വന്നാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ഇതിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നത്. അതിൽ എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത് പ്രധാനമാണ്. പ്രത്യേകിച്ചും ഈ പശ്ചിമേഷ്യയിലെ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഒറ്റച്ചേരിയായി നിൽക്കുന്നു. അവർ ഖത്തറിന് പിന്തുണ നൽകുകയും ചെയ്യുന്നു. മറുഭാഗത്ത് ഇസ്രായേലിനൊപ്പം തന്നെയാണ് അമേരിക്ക. പക്ഷേ അമേരിക്ക ഈ ആക്രമണത്തെ
തള്ളിപ്പറയുന്നുണ്ട്. പക്ഷേ ഹമാസിനെ പോലുള്ള ഒരാളെ അല്ലെങ്കിൽ ഇത്തരം സംഘടനയെ നിയന്ത്രിക്കാൻ, ഇല്ലാതാക്കാൻ ഈ ആക്രമണം അത് സഹായകമാകും എന്നുകൂടി അമേരിക്ക നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ആ മേഖലയിൽ ഒരു യുദ്ധം, ഒരു വലിയ യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടുകയാണോ ഇത്തരം നീക്കങ്ങളിലൂടെ? കാരണം ജലീൽ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഒരു അന്ത്യശാസനം ഉണ്ടായിരുന്നു 2 ദിവസം മുൻപ്. അതിന് പിന്നാലെ നടക്കുന്ന ഈ ആക്രമണം, അപ്പോൾ ഹമാസിന് എന്താണ് ഒരു പ്രതികരണം ഉണ്ടാവുക? അവർ തിരിച്ചടിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായും വരുന്ന സംശയം ആ മേഖല വീണ്ടും സംഘർഷഭരിതമാകുമോ എന്നതാണ്. പ്രജിൻ, ഇപ്പോൾ യമനിൽ നിന്ന് ഹൂത്തികളുടെ തന്നെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അറബ് രാജ്യങ്ങൾ പ്രതികരിക്കേണ്ട സമയമാണ് ഇപ്പോഴാണ് പ്രതികരിക്കേണ്ടത് എന്ന രൂപത്തിലുള്ള പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു. അത് മുമ്പത്തേക്കാൾ കൂടുതൽ പിന്തുണ ഈ വിഷയത്തിൽ ഈ ഖത്തറിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട അപലപിച്ചു എന്നതിന് പുറമെ പല യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളും പൂർണ്ണമായ പിന്തുണ ഈ വിഷയത്തിൽ ഖത്തറിന് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. സൗദി അറേബ്യ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പലസ്തീനിന് പിന്തുണ എടുക്കാൻ വേണ്ടി സൗദി അറേബ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ പല നയതന്ത്ര നീക്കങ്ങളും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഫലം എന്ന രൂപത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ പൂർണ്ണമായ പിന്തുണ ഖത്തറിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഏതായാലും എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി ഖത്തറിനൊപ്പം ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ട്. ശക്തമായി രാജ്യങ്ങളെല്ലാം അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. ജലീൽ, ഇപ്പോൾ ഈ ഹമാസ് കൂടി സ്ഥിരീകരിക്കുന്നു. ഈ ആക്രമണം നടന്നു എന്ന് ഹമാസ് കൂടി സ്ഥിരീകരിക്കുന്നു. നേരത്തെ ഇസ്രായേൽ അത് വ്യക്തമാക്കി, ഖത്തർ അത് വ്യക്തമാക്കി, ഇപ്പോൾ പിന്നാലെ ഹമാസ് കൂടി പറയുന്നുണ്ട്. അതിൽ പക്ഷേ നേതാക്കൾ ഈ ആക്രമണത്തെ അതിജീവിച്ചു എന്ന് പറയുന്നു. പക്ഷേ മറ്റ് 6 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇതിൽ ഹമാസ് വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ അറ്റാക്കിൽ അങ്ങനെ 6 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നേതാക്കൾ ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുകൂടി ഹമാസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ക്രിമിനൽ സ്വഭാവമാണ്, ഇസ്രായേലിന്റെ ക്രിമിനൽ സ്വഭാവമാണ് വ്യക്തമാക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങളും കുറ്റപ്പെടുത്തലും ഹമാസിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു തിരിച്ചടി ഹമാസിന്റെ ഭാഗത്തുണ്ടാകും എന്ന് കരുതാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? ഇത് സംബന്ധമായിട്ട് കൃത്യമായ ഒരു വ്യക്തത വീണ്ടും വരേണ്ടതുണ്ട്. 6 പേർ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് പറയുന്നുണ്ട് എങ്കിലും അതിൽ തങ്ങളുടെ നേതാക്കൾ ആരും ഇല്ല എന്നാണ്. അത് ഡോക്ടർ ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ഹമാസ് ആവർത്തിച്ച് പറയുന്നത്. ഏതായാലും ഖത്തറിലാണ്, ദോഹയിലാണ് ആക്രമണം നടന്നത് എന്നതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കൈകടത്തുകയാണ് ഇസ്രായേൽ എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങൾ, ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം പൂർണ്ണമായ പിന്തുണ ഇതിന് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നാൽ ഹമാസ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. പ്രജിൻ, തീർച്ചയായിട്ടും. എന്തായാലും ഹമാസ് നേതാവായ ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടിട്ടില്ല. പക്ഷേ ഖലീൽ അൽ ഹയ്യയുടെ മകനും ഒപ്പം തന്നെ ഗസയിലെ ഖത്തറി ഓഫീസർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ 6 പേരിൽ അവർ കൂടി ഉൾപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ഹമാസ് തന്നെ സ്ഥിരീകരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഹമാസ് പറയുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ ഒരു ക്രിമിനൽ സ്വഭാവത്തെയാണ്. ഒരു വെടിനിർത്തലിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല, ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല, അത്തരം ഒരു സമാധാനം ഉണ്ടാക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഈ ആക്രമണം എന്നാണ് ഹമാസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് അവർ ഒരുപക്ഷെ ഇതിനെ തിരിച്ചടിച്ചേക്കാം എന്നൊക്കെയാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത, ഈ ആക്രമണത്തെ ഇസ്രായേൽ മാത്രമല്ല, ഇസ്രായേലിന് പിന്നാലെ ഖത്തർ പിന്നാലെ ഏറ്റവും ഒടുവിൽ ഹമാസ് കൂടി സ്ഥിരീകരിക്കുന്നു. 6 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തുള്ള നേതാക്കൾ ആരും കൊല്ലപ്പെട്ടിട്ടില്ല. പക്ഷേ അവരുടെ ദോഹയിലെ ഹമാസ് ഗ്രൂപ്പാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പുറത്ത് വിട്ടിരിക്കുന്നത്. ഗസയിലെ ഹമാസിന്റെ ചീഫായ ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ വ്യക്തമാവുന്നുണ്ട്. ഞാൻ ജലീലിലേക്ക് എത്താം. അതിനു മുമ്പ് നമ്മോടൊപ്പം ഷംന കൂടി ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും. ഷംന, ഈ ആക്രമണത്തിന് ശേഷം അമേരിക്ക നടത്തിയ പരാമർശങ്ങൾ അതും ശ്രദ്ധേയമാണ്. ഏറ്റവും ഒടുവിൽ വന്ന വിവരങ്ങളനുസരിച്ച് ഈ ആക്രമണം അതൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, അത് നല്ലതല്ല എന്ന് പറയുമ്പോഴും ഹമാസിനെ പോലുള്ള ഒരു സംഘത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയൊരു ആക്രമണമാണ്, അതുകൊണ്ട് തന്നെ പിന്തുണയ്ക്കാം എന്ന് രീതിയിൽ ന്യായീകരിക്കുന്നുമുണ്ട്. അപ്പോൾ എന്താണ് അമേരിക്ക ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്?
തീർച്ചയായും പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആക്രമണത്തിൽ അപലപിച്ച് US ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട്. അതായത് ഇനി ഒരിക്കലും ഖത്തറിന്റെ മണ്ണിൽ ഇത്തരമൊരു ആക്രമണം ഉണ്ടാവില്ലെന്ന് US ഉറപ്പു നൽകുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഹമാസിന് എതിരെ നടന്ന ഒരു അറ്റാക്ക് ആണെന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒക്ടോബർ 7 ഹമാസ് അറ്റാക്കിൽ അതിന് നേതൃത്വം നൽകിയ അതിന് പിന്നിലുണ്ടായിരുന്ന നേതാക്കളെയാണ് ലക്ഷ്യം വെച്ചെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ആക്രമണത്തെ പൂർണ്ണമായും എതിർത്ത് അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ കടുത്ത ഭാഷയിൽ ഒരു മറുപടി നൽകാൻ US തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ US കൃത്യമായി ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ അപ്പോഴും ഇനി ഒരു അക്രമം അത് ഖത്തറിന്റെ മണ്ണിൽ ഉണ്ടാവില്ല എന്നും ഖത്തറിന്റെ ഏറ്റവും നല്ല USന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് ഖത്തർ എന്നും ഖത്തറിനൊപ്പം ഉണ്ട് എന്ന് കൂടി US വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഖത്തർ അമീറുമായി ഇപ്പോൾ US പ്രസിഡന്റ് ട്രംപ് സംസാരിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ നെതന്യാഹുമായും സംസാരിക്കും. ഇനി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവില്ല, ആ കാര്യം ഉറപ്പു തരുന്നു എന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട്. മാത്രവുമല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഒക്ടോബർ 7 ഹമാസ് ആക്രമണം അതുണ്ടാക്കിയ പ്രഹരം ചെറുതൊന്നുമല്ല. പിന്നീട് അവർ തിരിച്ചടിച്ചെങ്കിൽ പോലും ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചു. ഒപ്പം തന്നെ ഇപ്പോഴും അവിടെ ഗസയിൽ അതിക്രൂരമായ കൊലപാതകങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഒക്ടോബർ 7 ആ ഒരു ആക്രമണം അത് ഇസ്രായേലിന് ഉണ്ടാക്കിയ ഒരു തിരിച്ചടി അത് ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ അറ്റാക്കിന് പിന്നിലുണ്ടായിരുന്ന നേതാക്കളെയാണ് ഇവർ കൃത്യമായി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ദോഹയിൽ നടന്ന ഇതിന്റെ ഭാഗമായി തന്നെ മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി ദോഹയിൽ നടന്ന ഈ ചർച്ചകളിൽ ഈ ഹമാസ് നേതാക്കളെ മാത്രമാണ് ലക്ഷ്യം വെച്ചത് എന്നുകൂടി ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കെട്ടിടത്തിൽ ഈ ഹമാസ് നേതാക്കൾ ഉണ്ടായിരുന്ന കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കെട്ടിടം തകർന്നു വീണു. എങ്കിൽ പോലും ഹമാസ് നേതാക്കൾക്കാർക്കും പരിക്കുകളില്ല. അവർ സുരക്ഷിതരാണ് എന്നതുകൂടി ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കുന്നുണ്ട്. മാത്രവുമല്ല US-ന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു നിലപാട് നമുക്കറിയാം. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെങ്കിലും അത് അവസാനിപ്പിക്കാൻ ഞങ്ങളാണ് മുൻകൈ എടുക്കുന്നത്, ട്രംപാണ് യുദ്ധം അവസാനിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള ഈ ട്രംപിന്റെ അവകാശവാദങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അക്കാര്യം ഈ ഒരു സാഹചര്യത്തിൽ കൂടി പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ കാലത്തെയും പോലെ അത് ഉണ്ടാകും. പക്ഷേ അതേസമയം തീർത്തും ഇസ്രായേലിനെ തള്ളിപ്പറയാൻ ട്രംപ് തയ്യാറായിട്ടില്ല എന്ന കാര്യം കൂടി ഓർക്കണം. എന്തായാലും ഈ തിരിച്ചടി അത് ഉണ്ടാകുമോ എന്നതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ നമുക്കറിയാം ഇറാൻ ഇറാഖ് യുദ്ധം വന്ന സമയത്തൊക്കെ US ക്യാമ്പുകൾക്ക് നേരെ അന്നും GCC കൺട്രികളിൽ നടന്ന ഒരു അറ്റാക്ക് നമുക്കറിയാം. അന്ന് എങ്ങനെയാണോ അവർക്ക് പിന്തുണ അർപ്പിച്ച് ഒപ്പം തന്നെ ഈ GCC കൺട്രികൾ നിന്നത് ആ ഒരു നിലപാട് അതിപ്പോഴും തുടരുന്നു. എല്ലാ GCC രാഷ്ട്രങ്ങളും ഒപ്പം തന്നെ ലോകരാഷ്ട്രങ്ങളും ഇപ്പോഴും ഖത്തറിനൊപ്പമാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഇനി ട്രംപ് കൃത്യമായി ഈ ഖത്തറിനൊപ്പം നിന്നില്ലെങ്കിൽ ഒപ്പം US-നെ കൂടി മറ്റ് ലോകരാജ്യങ്ങൾ തള്ളി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രജിൻ, ശരി. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അഷ്തുൽ ഷംനയും ഒപ്പം സൗദിയിൽ നിന്ന് ജലീൽ കണ്ണമംഗലവുമാണ് വിശദാംശങ്ങളുമായി തത്സമയം ചെയ്തത്. എന്തായാലും അമേരിക്കൻ നിലപാട് വളരെ കൃത്യമായി തന്നെ പറയുന്നു. 2 ദിവസം മുൻപ് ട്രംപിന്റെ ഭീഷണി, അതിന് പിന്നാലെ ഇസ്രയേലിന്റെ ആക്രമണം ചേർത്ത് വായിക്കേണ്ടതാണ് എന്നാണ് പൊതുവിലയിരുത്തൽ. തിരികെ മറ്റു വാർത്തകളിലേക്ക് ഗൾഫ് ഫോക്കസ് കടക്കും. ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക്. ഗൾഫ് ഫോക്കസ് തുടരുന്നു. ദുബായ് മെട്രോയ്ക്ക് 16 വയസ്സ്. 9 ലക്ഷത്തിലധികം യാത്രക്കാരാണ് ഓരോ ദിവസവും മെട്രോ ഉപയോഗിക്കുന്നത്. 2009 സെപ്റ്റംബർ 9 മെട്രോ ഓടിത്തുടങ്ങിയത്. ദുബായിയുടെ നിത്യജീവിതത്തിൽ അവിഭാജ്യ ഘടകമാണ് ഇന്ന് ദുബായ് മെട്രോ. അറബ് ലോകത്തെ ആദ്യത്തെ ഡ്രൈവറില്ല മെട്രോ ശൃംഖലയാണ് ഇത്. ആ കുതിപ്പിന് ഇന്ന് 16 വർഷങ്ങൾ തികയുകയാണ്. സമയനിഷ്ഠ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സേവനം, വൃത്തി എന്നിവയിൽ ലോകത്തിന് തന്നെ മാതൃകയാണ് ഇന്ന് ദുബായിയുടെ സ്വന്തം മെട്രോ. നിലവിൽ റെഡ് ഗ്രീൻ പാതകളിലായി 90 കിലോമീറ്ററാണ് മെട്രോയുടെ ദൂരപരിധി. 16 വർഷങ്ങൾക്ക് മുൻപ് ആദ്യ ട്രെയിനുകൾ ട്രാക്കിലിറങ്ങിയ ശേഷം ഇതുവരെ 27 കോടിയിലധികം യാത്രക്കാരാണ് ദുബായ് മെട്രോയിൽ യാത്ര ചെയ്തത്. അടുത്ത വർഷം യാത്രക്കാരുടെ എണ്ണം 30 കോടി കവിയുമെന്നാണ് കണക്കാക്കുന്നത്. ഈ വർഷം ആദ്യ പകുതിയിൽ മാത്രം മെട്രോയുടെ റെഡ് ഗ്രീൻ ലൈനുകളിലൂടെ 14.39 കോടി യാത്രക്കാരാണ് സഞ്ചരിച്ചത്. ആകെ 53 സ്റ്റേഷനുകളും 129 ട്രെയിനുകളുമാണ് ദുബായിൽ മെട്രോയ്ക്കുള്ളത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സേവനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ദുബായ് മെട്രോയുടെ ബ്ലൂ ലൈൻ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ്. 24 ദുബായ്. ജിദ്ദയിൽ നടന്ന അബീർ ബ്ലൂ സ്റ്റാർ സോക്കർ ഫെസ്റ്റ് 2025 സൂപ്പർ ലീഗിൽ ACCA ടീം ചാമ്പ്യന്മാരായി. ഫൈനലിൽ കരുത്തരായ ബ്ലാസ്റ്റേഴ്സ് FCയെയാണ് പരാജയപ്പെടുത്തിയത്. നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിലും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചതിനെ തുടർന്ന് ടൈ ബ്രേക്കറിലൂടെയാണ് വിജയികളെ നിശ്ചയിച്ചത്. ജിയാദിനെ ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായും ആസിഫ് ചെറുകുന്നിനെ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായും തെരഞ്ഞെടുത്തു. അബീർ മെഡിക്കൽ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് മാനേജർ ഡോക്ടർ ഇമ്രാൻ
ചീഫ് പ്രസിഡന്റ് ബേബി നീലാംബ്ര എന്നിവർ ജേതാക്കൾക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു. ബി ഡിവിഷനിൽ ന്യൂകാസിൽ എഫ്സിയും വെറ്ററൻസ് വിഭാഗത്തിൽ അബീർ ഫ്രൈഡേ എഫ്സിയും ചാമ്പ്യന്മാരായി. നേപ്പാളിനെ ഇളക്കിമറിച്ച സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനൊടുവിൽ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൌഡയിലും രാജിവെച്ചു. ഇരുവരും സൈന്യത്തിന്റെ സുരക്ഷിത കേന്ദ്രത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. നേപ്പാളിന്റെ ഭരണ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു. സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് സൈനിക വക്താവ് അറിയിച്ചു. കലാപത്തിൽ മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ കൊല്ലപ്പെട്ടു. ജലനാഥ് കനാലിന്റെ ഭാര്യ രാജ്യലക്ഷ്മി ചിത്രക്കറാണ് കൊല്ലപ്പെട്ടത്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവയുൾപ്പെടെ 26 സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാർ നടപടിക്കെതിരെ തുടങ്ങിയ യുവാക്കളുടെ പ്രക്ഷോഭം സർക്കാരിന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരായ ബഹുജന പ്രക്ഷോഭമായി മാറുകയായിരുന്നു. സമരം തണുപ്പിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ഇന്നലെ രാത്രി പിൻവലിച്ചെങ്കിലും പ്രക്ഷോഭത്തിൽ നിന്ന് സമരക്കാർ പിന്മാറിയില്ല. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ രാജിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം കലാപമായി മാറി. പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും മന്ത്രിമാരുടെയും വസതികളടക്കം പ്രക്ഷോഭകർ അഗ്നിക്കിരയാക്കി. പാർലമെന്റ് മന്ദിരവും സുപ്രീം കോടതിയും ആക്രമിച്ച് തകർത്തു. മുൻ പ്രധാനമന്ത്രി ഷർ ബഹാദൂർ ദുബെയെയും കുടുംബത്തെയും പ്രതിഷേധക്കാർ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി ആക്രമിച്ചു. ധനമന്ത്രി വിഷ്ണു പ്രസാദിനെ പ്രതിഷേധക്കാർ തെരുവിൽ മർദ്ദിച്ചു. സൈന്യത്തിനും പോലീസിനും പ്രക്ഷോഭകരെ നിയന്ത്രിക്കാനായില്ല. പ്രതിഷേധം കാഠ്മണ്ഡുവിൽ നിന്ന് മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിച്ചു. ഇതോടെ ഗത്യന്തരമില്ലാതെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. ജൻസി വിപ്ലവം എന്ന പേരിൽ ഇന്നലെ ആരംഭിച്ച യുവാക്കളുടെ പ്രക്ഷോഭം സുരക്ഷാസേന അടിച്ചമർത്താൻ തുടങ്ങിയതോടെയാണ് അക്രമാസക്തമായത്. സംഘർഷത്തിൽ 19 പേർ കൊല്ലപ്പെട്ടിരുന്നു. 347 പേർക്ക് പരിക്കേറ്റു. ന്യൂസ് ഡെസ്ക് 24. യുവതലമുറയുടെ ജൻസി വിപ്ലവമാണ് നേപ്പാളിലെ ജനാധിപത്യ സർക്കാരിന്റെ അടിത്തറ ഇളക്കിയത്. ഏകീകൃത സമരരൂപമോ സംഘടനയോ ഇല്ലാതെയാണ് സർക്കാരിന് വീഴ്ത്തിയ സമരം. സമൂഹ മാധ്യമങ്ങൾ ലഭ്യമല്ലാതായതോടെ സ്കൂൾ കോളേജ് യൂണിഫോമുകൾ ധരിച്ച് ജൻസി തലമുറയിൽപ്പെട്ട 10,000-കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങിയപ്പോൾ അത് അത്യപൂർവ സമരത്തിനാണ് സാക്ഷ്യം വഹിച്ച സംഭവമായത്. സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കിനെയും രാജ്യത്ത് അഴിമതി സംസ്കാരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് ഇന്നലെ രാവിലെ യുവാക്കൾ മാർച്ച് സംഘടിപ്പിച്ചതോടെയാണ് ജൻസി സമരം ശ്രദ്ധ നേടിയത്. പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെയുള്ള നിയന്ത്രിത മേഖലകളിലേക്ക് ബാരിക്കേഡുകൾ മറികടന്ന് പ്രക്ഷോഭകർ പ്രവേശിച്ചതോടെ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. 19 പേർ കൊല്ലപ്പെടുകയും 300ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ സർക്കാർ പ്രതിരോധത്തിലായി. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ, മുൻ TV അവതാരകനും മുൻ ഉപപ്രധാനമന്ത്രിയുമായ റാബി ലാമിച്ചനെ തുടങ്ങിയ യുവ നേതാക്കൾ സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ അഴിമതി വിരുദ്ധ പ്രചാരണവും സമരക്കാർക്ക് പ്രചോദനമായെന്നാണ് വിലയിരുത്തൽ. സാമൂഹ്യ പ്രവർത്തകനായ 36-കാരൻ സുധൻ ഗുരുങ്ങാണ് സർക്കാരിനെ വീഴ്ത്തിയ സമരത്തിന്റെ ബുദ്ധികേന്ദ്രമായി കണക്കാക്കുന്നത്. 2015-ലെ ഭൂകമ്പത്തിന് ശേഷം രൂപീകരിച്ച യുവാക്കളുടെ NGO ആയ ഹാമി നേപ്പാളിന്റെ പ്രസിഡന്റാണ് സുധൻ ഗുരുങ്. സ്കൂൾ യൂണിഫോം ധരിച്ചും പുസ്തകങ്ങൾ കയ്യിലേന്തിയും പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമാകാൻ ആയിരക്കണക്കിന് കുട്ടികളോട് സുധൻ ഗുരുങ് ആഹ്വാനം ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. നേപ്പാളിലെ സംഘർഷം ഹൃദയഭേദകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജീവഹാനിയിൽ എന്നും താൻ ദുഃഖിതനാണ്. നേപ്പാളിന്റെ സ്ഥിരത, സമാധാനം, സമൃദ്ധി എന്നിവ ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. തിരികെ വാർത്തകളിലേക്ക്. റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ M നന്ദകുമാർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. തിരുവനന്തപുരം കലക്ടർ, PRD ഡയറക്ടർ എന്നീ പദവികൾ വഹിച്ചു. നാളെ 9 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ജവഹർ നഗർ യൂണിവേഴ്സിറ്റി വിമൻസ് അസോസിയേഷൻ ഹാളിൽ പൊതുദർശനമുണ്ടായിരിക്കും. പിന്നീട് PTP നഗറിലെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. സംസ്കാരം വൈകുന്നേരം 4:30 തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. തലയിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ന്യൂറോ സർജറിക്ക് വിധേയനായ നന്ദകുമാർ കോമാവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ SP ഫോർട്ട് ആശുപത്രിയിൽ നടത്തിയ സർജറിയിൽ ചികിത്സാ പിഴവുണ്ടായെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം വഞ്ചൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഖ്യാശാസ്ത്രം, ജ്യോതിഷം, തന്ത്രവിദ്യ എന്നിവയിൽ പാണ്ഡിത്യമുള്ള M നന്ദകുമാർ മികച്ച വാഗ്മിയും എഴുത്തുകാരനുമായിരുന്നു.
ഏഷ്യയിലെ ഏറ്റവും വലിയ റേഡിയോ നെറ്റ്വർക്ക് ഒലീവ് സുനോ ഇനി ബഹ്റൈനിലും. ബഹ്റൈനിലെ മലയാളി ശ്രോതാക്കളിലേക്ക് റേഡിയോ സുനോ 87.6 FM എത്തി. ബഹ്റൈനിലെ ആദ്യ 24/7 മലയാളം റേഡിയോ ചാനലാണ് റേഡിയോ സുനോ 87.6 FM. ബഹ്റൈൻ മലയാളികൾക്ക് ഒലീവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെ ഓണസമ്മാനം. കേട്ട് കൂട്ടുകൂടാൻ റേഡിയോ സുനോ 87.6 FM ശ്രോതാക്കളിലേക്ക് എത്തി. ബഹ്റൈനിലെ ആദ്യ 24/7 മലയാളം റേഡിയോ ചാനലാണ് 87.6 FM. ഞാൻ 8 വർഷം മുമ്പ് ബോബി എടുത്തൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ സൂപ്പർ എക്സൈറ്റഡ് ആവില്ല. ബട്ട് യെസ്, വെരി സാറ്റിസ്ഫൈങ് ബിക്കോസ് FM റേഡിയോ മേഖലയിൽ അനുഭവ സമ്പത്തുള്ള മികച്ച ടീമാണ് റേഡിയോ സുനോ 87.6 FMന് പിന്നിൽ. ആദ്യ ദിനം കേരളത്തിലേക്കുള്ള യാത്ര ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ ശ്രോതാക്കൾക്ക് നൽകിയായിരുന്നു ആഘോഷ തുടക്കം. ഇനി ബഹ്റൈന്റെ ആഘോഷാരവങ്ങളിൽ 87.6 FM-ഉം. I think it's a small step that we have taken back in Bahrain, and I think it will be a success. ഞാനൊരു ഭയങ്കര ക്ലീഷേ ഡയലോഗ് എപ്പോഴും പറയാറുണ്ട്. We have been blessed with a fantastic team. 24 ബഹ്റൈൻ. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.